ഒരു 20 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ എടുക്കാനുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ കാണുന്ന 2460 സ്ക്വയർ ഫീറ്റ് 5 സെന്റിൽ 5 ബെഡ്റൂം ഫുള്ള് വർക്കും തീർന്ന ഒരു അതിമനോഹരമായ വീട്. അപ്പൊ എങ്ങനെയാ കാര്യങ്ങളെന്നൊക്കെ അറിയണ്ടേ? നേരെ വീഡിയോയിലേക്ക്. നമുക്ക് വീടിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ കണ്ടില്ലേ, നല്ലൊരു ഗ്രേ ടൈപ്പിൽ ഇന്റർലോക്ക് ചെയ്തൊരു മുറ്റാണ് വീടിന് വരുന്നത്. അതുപോലെ തന്നെ ഒരു 2 വലിയ വാഹനങ്ങൾക്ക് നിർത്താൻ പറ്റുന്ന ഒരു സ്പേസ് മുറ്റത്തിനുണ്ട് കേട്ടോ. അതുകൂടാതെ ഈ ഇന്റർലോക്കിന്റെ ഉള്ളിൽ കൂടെ എല്ലാം നല്ല ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ട് മനോഹരമാക്കിയിട്ടുമുണ്ട്. അപ്പോൾ നമുക്കിനി വീടിന്റെ ഉള്ളിലേക്ക് കടക്കാം. അത്യാവശ്യം വലുപ്പമുള്ള ഒരു സിറ്റ് ഔട്ടാണ് വീടിനുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ മോർണിംഗിൽ ഒരു പേപ്പർ വായനയൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ സിറ്റ് ഔട്ടിൽ ഇരുന്ന് ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ പത്രമൊക്കെ വായിച്ചെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ ഈ ബ്ലാക്ക് പോർഷനെല്ലാം നല്ല ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ വീടിന്റെ ടൈൽസ് വരുന്നത് ഒരു ഇറ്റാലിയൻ മാർബിൾ ടൈപ്പ് ടൈലാണ് വരുന്നത്. പിന്നെ ഞാൻ ഈ ഡോറിനെ പറ്റി പറയാം. ഇതൊരു 50-50 റേഷ്യോയിലുള്ള വലിയ ഡോറാണ് വരുന്നത്. അത് തന്നെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. വീടിന്റെ മെയിൻ ഡോറും അതുപോലെ വിൻഡോസ് എല്ലാം നല്ല തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. ബാക്കി മരങ്ങളെല്ലാം ഇരുൾ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി വീടിന്റെ ഉള്ളിലേക്ക് കടക്കാം. ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു 5 ബെഡ്റൂം ഫുള്ളി അറ്റാച്ച്ഡ് വീടാണ് കേട്ടോ. നമ്മുടെ ലിവിങ് ഏരിയയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇന്റീരിയർ വർക്കെല്ലാം ചെയ്ത് റൂഫൊക്കെ ഉണ്ടല്ലേ, നല്ല ഇന്റീരിയർ വർക്കും അതുപോലെ വാം ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. സ്റ്റെയർ കേസിന്റെ ഷേപ്പ് കണ്ടോ, ഇവിടെ ഒരു സ്റ്റാൻഡിങ് കൊടുത്തിട്ട് അവിടെ നിന്നാണ് മുകളിലേക്ക് പോകുന്നത്. അപ്പം നമുക്ക് അനായാസം മുകളിലേക്ക് കയറി പോകാൻ പറ്റുന്ന രീതിയിലാണ് ഈ സ്റ്റെയർ കേസ് കൊടുക്കുന്നത്. സ്റ്റെയർ കേസ് തന്നെ നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലും അതുപോലെ ഗ്രാനൈറ്റിലുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ആൻഡ് ഡൈനിങ് നമുക്ക് ഇവിടെ കിട്ടുകയാണ്. നല്ല രീതിയിൽ ടേബിൾ ടോപ്പ് ചെയ്ത ഒരു ഓവൽ ഷേപ്പിലുള്ള നല്ല സൂപ്പർ ഒരു നല്ല ബ്രാൻഡഡ് ജാഗ്വാറിന്റെ ഫിറ്റിംഗ് ആണ് കേട്ടോ. ബ്രാൻഡഡ് ഫിറ്റിംഗ് ഉള്ള ഒരു വാഷ് ബേസിനാണ്. അതുകൂടാതെ നമ്മളിപ്പോൾ കിച്ചണിലേക്ക് വരുമ്പോൾ കണ്ടോ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡോറെല്ലാം തേക്കിലാണ്. പിന്നെ കബോർഡ്സ് കാര്യങ്ങളെല്ലാം കിച്ചണിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. കബോർഡ്സ് എല്ലാം കിച്ചണിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വീടിന്റെ വർക്ക് നടന്നുകൊണ്ട് ഇരിക്കുന്ന ആയതുകൊണ്ടാണ് ഇവിടെ ഈ പണിക്കാരുടെ പണി സാധനങ്ങളും എല്ലാം ഉണ്ട്. വർക്ക് ഏരിയ ആണിത്. വർക്ക് ഏരിയ നല്ല വലുപ്പമുണ്ട് കേട്ടോ. ചെറിയ സ്പേസ്. പിന്നെ പുറത്ത് ഓപ്പൺ വെല്ലാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് വീടിന്റെ ബെഡ്റൂം ഒന്ന് കാണാം അല്ലെ. താഴെ 2 ബെഡ്റൂമാണ് ഉള്ളത്. അപ്പൊ ബെഡ്റൂമിൽ കിടക്കുന്നതിന് മുമ്പ് തന്നെ ഈ വീടിന്റെ മറ്റൊരു പ്രത്യേകത ഞാൻ കണ്ടത് എന്താ വെച്ചാൽ വീടിന്റെ ഇന്റേണൽ ഡോർസ് മുഴുവൻ തേക്കിലാണ് കേട്ടോ. അത് സാധാരണ നമ്മൾ കാണാറ് റെഡിമെയ്ഡ് ഡോർസ് ആണ്. പക്ഷെ ഈ ബിൽഡർ ഈ വീടിന് നല്ല തേക്കിലാണ് ഡോർസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കിനി വീടിന്റെ ബാത്റൂമാണ്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. താഴെ ബാത്റൂം ഏരിയ സൊമാനി ഫിറ്റിംഗ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സൊമാനി ജാഗ്വർ എന്നുള്ള ഫിറ്റിംഗ്സ് ആണ് ഈ ഒരു വീട് യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വീടാണത്. കാരണം നല്ല പെർഫെക്റ്റ് ഫിനിഷിങ്ങും അതുപോലെ തന്നെ തേക്ക്, ഇരുൾ, പിന്നെ ജാഗ്വർ, സോമാനി ഉള്ള ഫിറ്റിംഗ്സും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തുണ്ടാക്കിയ ഒരു വീടായതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി വർക്കാണ്. മുകളിൽ നോക്കൂ, ഇത് താഴത്തെ ഫ്ലോറിലുള്ള 2nd ബെഡ്റൂമാണ്. അപ്പൊ നമുക്കിനി ബാത്റൂം ഒന്ന് കാണാം. കണ്ടോ, ഒരു ഗ്രേ ടൈലില് അതുപോലെ മാറ്റ് ഫിനിഷാണ് ഫ്ലോറിങ് കൊടുത്തിരിക്കുന്നത്. സൊമാനിയുടെ ഫിറ്റിംഗ്സ് ആണ്. അപ്പോൾ താഴത്തെ ഫ്ലോറ് നമ്മൾ ഓൾമോസ്റ്റ് കവർ ചെയ്തു. ഇനി നമുക്ക് വീടിന്റെ മുകൾ വശത്തേക്ക് പോവാം. മുകളിൽ 3 ബെഡ്റൂമാണ് കേട്ടോ. താഴെ 2 ബെഡ്റൂം, അങ്ങനെ 5 ബെഡ്റൂം ഫുള്ളി അറ്റാച്ച്ഡ് ആണ്. അപ്പൊ നമുക്കിനി ഈ വീടിന്റെ വിലയും കാര്യങ്ങളെല്ലാം അറിയണ്ടേ. ഈ വീഡിയോ അവസാനത്തേക്ക് ഞാനിതിന്റെ വിലയും അതുപോലെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ നമ്മുടെ 20 ലക്ഷത്തിന്റെ കാര്യം എന്താന്നുള്ളതും ഞാൻ ഈ വീഡിയോന്റെ അവസാനത്തേക്ക് പറയാം കേട്ടോ. അപ്പൊ നല്ല വലിപ്പമുള്ള ആദ്യത്തെ ബെഡ്റൂം, മുകളിൽ 3 ബെഡ്റൂമിൽ ഫസ്റ്റ് ബെഡ്റൂമാണ് കാണിക്കുന്നത്. ബാത്റൂം ഒക്കെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ നല്ല ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ഉള്ള, കളറിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ടൈൽസിന്റെ കളറിന് മാത്രമേ വ്യത്യാസം വരും. അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് വീടിന്റെ ബാൽക്കണി ഏരിയയിലാണ് കേട്ടോ. ബാൽക്കണിയിലൊക്കെ സ്പേസ് കണ്ടോ, ഒരു ബെഡ്റൂമിന്റെ വലുപ്പമുണ്ട് ശരിക്കും ബാൽക്കണിയൊക്കെ. ഇതല്ലേ നല്ലൊരു ഫിനിഷിംഗ് ആയിട്ടുള്ള മുകളിലെ 2ാമത്തെ ബെഡ്റൂം. ഇതും അറ്റാച്ച്ഡ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് മുകളിലത്തെ 3ാമത്തെ ബെഡ്റൂം.
അപ്പോൾ നമ്മൾ വീടിൻ്റെ 5 ബെഡ്റൂമും കണ്ടു, 5ഉം ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ്. ഇനി ഒരു പ്രത്യേകത കാണിച്ചില്ല. വാ, ഈ ഒരു പ്രത്യേകത ഉണ്ടോ, നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഇനി ടെറസിലേക്കാണ് പോകുന്നത്. ടെറസിന്റെ ഏരിയ നമുക്ക് സ്റ്റെയർ കേസ് റൂം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മുകളിലേക്കും ഉള്ളിൽ കൂടെ തന്നെ ആക്സസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു പോഷ് റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് ടെറസിലാണ്. ടെറസിലേക്ക് എത്താൻ കാണാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളിൽ കൂടെ ഇന്റേണൽ സ്റ്റെയർസ് കൊടുത്തുകൊണ്ടാണ് നമുക്ക് ഈസി ആയിട്ട് ടെറസിലേക്ക് വരികയും ചെയ്യാം. ഇനി എന്തെങ്കിലും ഗെറ്റ് ടുഗദർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് അത് ആഘോഷിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്കിനി വീടിൻ്റെ വില കാര്യങ്ങളെല്ലാം അറിയണ്ടേ. 5.10 സെന്റ് ലാൻഡിൽ 2460 സ്ക്വയർ ഫീറ്റ് 5 ബെഡ്റൂമുള്ള ഒരു വീടാണിത്. കോഴിക്കോട് വെള്ളിമാടുകുന്നാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് വെറും 800 മീറ്ററേ വരുന്നുള്ളൂ. നല്ല എല്ലാ വെഹിക്കിളും കയറി വരുന്ന ഒരു നല്ല റോഡ് തന്നെയാണ് വീടുള്ളത്. നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീടുള്ളത്. അപ്പോൾ നമ്മൾ തമ്പനയിലിൽ കണ്ടതുപോലെ 20 ലക്ഷം രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ബാക്കി 80% വരെ പ്രൊഫൈലുള്ള ആൾക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ ബാങ്കുകൾ തയ്യാറാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ 99 ലക്ഷം രൂപയാണ് ഈ വീടിന് ചോദിക്കുന്ന പ്രൈസ്. ഇത് കോഴിക്കോട് വെള്ളിമാടുകുന്നാണ്. കോഴിക്കോട് സിറ്റിയിൽ നിന്ന് വെറും 7 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം. മെയിൻ റോഡിൽ നിന്ന് വെറും 800 മീറ്ററും. അപ്പോൾ താല്പര്യമുള്ള നമ്മുടെ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരിക്കും ഇറ്റ്സ് മീ സിസൽ അലോങ് വിത്ത് ഷാക്കിർ സൈനിങ് ഓഫ്.